ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനമൊക്കെ? എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒഴുക്കോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അതിന് മുമ്പ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ചില വീഡിയോസിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ വരുന്നതാണ്. തുടർച്ച എന്ന് വെച്ചാൽ 1, 2, 3 എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതല്ല, അതേ ഫോർമാറ്റിൽ വരുന്ന ഒരു വീഡിയോ ആണ്. അതായത് കുട്ടി ഇംഗ്ലീഷ്. അപ്പോൾ കുട്ടി ഇംഗ്ലീഷ് എന്ന് കേട്ടപ്പോൾ തന്നെ ചിലർക്കെങ്കിലും ഓർമ്മ വന്ന് കാണും. ചെറിയ ചെറിയ സെൻറ്റൻസസിലൂടെ ആശയങ്ങൾ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുക. അതാണ് നമ്മൾ കുട്ടി ഇംഗ്ലീഷിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ കുട്ടി ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചെറിയ ചെറിയ വാക്കുകളെ ഉണ്ടാവുള്ളൂ, 2, 3 വാക്കുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിലൂടെ കൃത്യമായിട്ടുള്ളൊരു അർത്ഥം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസ് കാണാം. ഇതെടുക്കൂ. ഇതെടുക്കൂ. ഇതെടുക്കൂ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ടേക്ക് ദിസ്. ഇത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ ഇംഗ്ലീഷ് ദിസ് എന്നാണ്, അതിൻ്റെ ഇംഗ്ലീഷ് ദാറ്റ് എന്നാണ്. അറിയാലോ? അപ്പോൾ ഇതെടുക്കൂ, ടേക്ക് ദിസ്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന എന്തെങ്കിലും സാധനം എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ടേക്ക് ദിസ്. ടേക്ക് ദിസ്. അല്ല, നമ്മുടെ കയ്യിലുള്ളൊരു സാധനം, നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരു സാധനം. ഒരാൾ ചോദിക്കുകയാണ്, അയ്യോ പേനയുണ്ടോ? നമ്മൾ പറഞ്ഞു ഇതെടുക്ക്, ടേക്ക് ദിസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ബോക്സ് കാണിച്ചിട്ട് പറയുന്നു ഈ പേന എടുക്കൂ. സോ ടേക്ക് ദിസ് ആണ് നമ്മുടെ ഒന്നാമത്തെ കുട്ടി സെൻറ്റൻസ്. ഇനി നമ്മൾ ദിസിനെ കുറിച്ച് കേട്ടു. ഇനി ദാറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയൊരു സെൻറ്റൻസ് കാണാം. അത് ചെയ്യുക. അത് ചെയ്യുക. എങ്ങനെ പറയാൻ പറ്റുക? ഡു. നമ്മൾ വാക്ക് കേട്ടു, അത്. ദാറ്റ്. ഡു ദാറ്റ്. ഇവിടെ ഒരു സാധനത്തെക്കാൾ ഉപരി നമ്മൾ പറഞ്ഞൊരു കാര്യം എന്നാണ് ഈ ദാറ്റിന് അർത്ഥമുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരാളോട് പറഞ്ഞു നീ ഇങ്ങനെ ചെയ്യണം. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അയാളോട് ചോദിക്കുവാണ് ഡിഡ് യു ഡു ദാറ്റ്? ഞാൻ അപ്പോൾ പറഞ്ഞ കാര്യം ചെയ്തോ? അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പറയുന്നു ഡു ദാറ്റ്. അത് ചെയ്യുക. കണ്ടോ? അപ്പം ഡു ദിസ് എന്ന് വെച്ചാൽ ഇത് ചെയ്യുക എന്നാണ്. ഡു ദാറ്റ് എന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം. സോ ഡു ദാറ്റ് ആണ് നമ്മുടെ രണ്ടാമത്തെ കുട്ടി സെൻറ്റൻസ്. ഇനി നമ്മൾ മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ്. വേറെ എന്താ? വേറെ എന്താ? വാട്ട് എൽസ്? വാട്ട് എൽസ്? നമ്മൾ പലപ്പോഴും ആളുകളൊക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പം വെൻ യു റൺ ഷോർട്ട് ഓഫ് സബ്ജക്ട്സ് ടു സ്പീക്ക്, അതായത് നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ കുറച്ചൊരു ഇൻറ്ററാക്ഷൻ ഉണ്ടായി, അതിനുശേഷം നമുക്ക് സംസാരിക്കാൻ ടോപ്പിക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് വാട്ട് എൽസ്? വാട്ട് എൽസ്? പിന്നെന്താ? അല്ലേ? പിന്നെ എന്താ? വാട്ട് എൽസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. വാട്ട് എൽസ്. ഓക്കെ, വാട്ടല്ല, ശ്രദ്ധിച്ചോണേ. വാട്ട് എൽസ്. ഓക്കെ, അടുത്ത കുട്ടി സെൻറ്റൻസിലേക്ക് പോവാം. നീ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുതേ. ചില ആൾക്കാരുണ്ട് കേട്ടോ, ചെറിയ കാര്യങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലാസ് റൂമാണെന്ന് നോക്കുക. അയാളെ വാട്ടർ ബോട്ടിൽ ഒരു സ്ഥലത്തിരുന്ന് ഒരു 5 സെൻറ്റിമീറ്റർ മാറിപ്പോയി, അതിന് ബഹളം വെക്കുന്നു. അയാൾ പേനെടുത്ത് ആരോ ഒരു സെൻറ്റൻസ് എഴുതി, അതിന് ബഹളം വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നീ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കരുതേ, ഇങ്ങനെ ചുമ്മാ ഒരു കൊച്ചുകുട്ടിയെ പോലെ ചെയ്യരുത് എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. ആ സെൻറ്റൻസ് ആണ് ഡോണ്ട് ബി സിലി. ഡോണ്ട് ബി സിലി. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഡോണ്ട് ബി സിലി. പലരും ഉണ്ട് വളരെ കെയർലെസ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സെൻറ്റൻസ് ആണ് എന്ത്? ഡോണ്ട് ബി സിലി. ഓക്കെ, ഡോണ്ട് ബി സിലി. അടുത്ത സെൻറ്റൻസ് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു. വഴക്കുണ്ടാക്കരുത്. വഴക്ക് ഉണ്ടാക്കരുത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഡോണ്ട് ഫൈറ്റ്. എങ്ങനെ? ഡോണ്ട് ഫൈറ്റ്. വഴക്കുണ്ടാക്കരുത്. ഡോണ്ട് ഫൈറ്റ്. നോക്കിക്കോളൂ, ഇവിടെ സെൻറ്റൻസിൻ്റെ ഒക്കെ പ്രത്യേകത, ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഫുൾ സ്ട്രക്ചർ ഒന്നും ഉണ്ടാവണമെന്നില്ല കേട്ടോ. കാരണം ചെറിയൊരു ആശയം 1, 2 വാക്കുകളിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫുള്ളി ഒരു സെൻറ്റൻസിൻ്റെ ഫോർമാറ്റിലായിരിക്കണം എന്നൊന്നുമില്ല, അങ്ങനെ നിയമമില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില സെൻറ്റൻസസ് ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട സെൻറ്റൻസ് ഏതാണ്? ഡോണ്ട് ഫൈറ്റ്. ഇനി നമ്മൾ കുറച്ചുകൂടി നീളമുള്ളൊരു സെൻറ്റൻസ് കാണാൻ വേണ്ടി പോവാണ്. ബ്രിങ് ഇറ്റ് ഹിയർ. ബ്രിങ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം അറിയോ? ബ്രിങ് എന്ന് വെച്ചാൽ കൊണ്ടുവരിക. ബ്രിങ് ഇറ്റ് ഹിയർ. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ബ്രിങ് ഇറ്റ് ഹിയർ. ഹിയർ എന്ന് വെച്ചാൽ ഇവിടെ, ഇങ്ങോട്ട് എന്നാണ് അർത്ഥം കേട്ടോ. സോ ബ്രിങ് ഇറ്റ് ഹിയർ. ബ്രിങ്. ബ്രിങ് ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ. ബ്രിങ്ങിൻ്റെ പാസ്റ്റ് എന്താ? കൊണ്ടുവന്നു. ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ആണ്
ബ്രോട്ട്. ഓക്കെ, ബ്രോട്ട്. ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ആണ് ബ്രോട്ട്. അപ്പോൾ ബ്രിങ് ഇറ്റ് ഹിയർ. അപ്പോൾ പാസ്റ്റിൽ എങ്ങനെ പറയും? ഹീ ബ്രോട്ട് ഇറ്റ്. അവനത് കൊണ്ടുവന്നു. സോ ബ്രിങ് ഇറ്റ് ഹിയർ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എങ്ങനെയത് ഇംഗ്ലീഷിൽ പറയുക? ലുക്ക് ഹിയർ. ലുക്ക് ഹിയർ. ലുക്ക് എന്ന് വെച്ചാൽ നോക്കുക, ഇവിടെ ഇങ്ങോട്ട്. ഹിയർ, ലുക്ക് ഹിയർ, ലുക്ക് ഹിയർ. ഇനി ചില ആളുകളുണ്ട് കേട്ടോ, വളരെ നന്നായിട്ട് ചിരിക്കുന്നവർ. അപ്പോൾ അവരോട് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ചിരി തുടർന്നുകൊണ്ടേയിരിക്കൂ. എങ്ങനെ പറയുക? കീപ് സ്മൈലിങ്. കീപ് സ്മൈലിങ്. ഇംഗ്ലീഷിൽ കീപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സ്ട്രക്ചർ, അതിൻ്റെ അർത്ഥം തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നാണ് കേട്ടോ. ഇപ്പോൾ ഒരാൾ വിജയിച്ചു, അല്ലെങ്കിൽ 1-2 മത്സരം വിജയിച്ചു, അപ്പോൾ നമ്മൾ പറയും കീപ് വിന്നിങ്. വീണ്ടും 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 വിജയിക്കൂ, അല്ലേ? അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, കീപ് ഡൂയിങ് ഇറ്റ്. നീ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, കീപ് ഡൂയിങ് ഇറ്റ്. അതുപോലെ തന്നെയാണ് സ്മൈലിങ്ങിൻ്റെ കാര്യത്തിലും, കീപ് സ്മൈലിങ്. ഇതുപോലെ തുടർന്നും ചിരിച്ചുകൊണ്ടിരിക്കൂ, കീപ് സ്മൈലിങ്. ഇനി നമ്മൾ ഒരാളെ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു, നമ്മൾ ചോദിക്കുക, ഇത് ചെയ്യുന്ന നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഹൗ ഡെയർ യു. ഹൗ ഡെയർ യു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എന്നെ ചലഞ്ച് ചെയ്യുന്ന, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എൻ്റെ കൂടെയുള്ള ഒരാൾ ചെയ്തു. അപ്പോൾ അയാൾക്കും അറിയാമെന്ന് എനിക്ക് പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിരിക്കുമെന്ന്, എന്നാലും അയാൾ ചെയ്തു. അപ്പോൾ നമ്മൾ ചോദിക്കുക, നിനക്ക് ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു? ഹൗ ഡെയർ യു. ഹൗ ഡെയർ യു ഡു ദിസ്, അല്ലേ? ഹൗ ഡെയർ യു ടേക്ക് ദിസ്. ഇത് എടുക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഹൗ ഡെയർ യു. ഹൗ ഡെയർ യു. അതുപോലെ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ വെല്ലുവിളിക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഐ ഡെയർ യു എന്ന് വെച്ചാൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ പഠിച്ചത് ഹൗ ഡെയർ യു എന്നാണ്. ഹൗ ഡെയർ യു. ഇനി നമ്മൾ 10ാമത്തെ കുട്ടി സെന്റൻസിലേക്ക് പോവാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്ട്രക്ചറാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു. ആൻഡ് ഹൗ ഡു വി ആസ്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? അതാണ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്ന് വെച്ചാൽ ഇതെങ്ങനെ പോകുന്നതെന്നല്ല കേട്ടോ. ഇവിടെ ഒഴുക്കിൽ ഒരർത്ഥം വരുന്നത് ഇങ്ങനെയാണ്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു. അതായത് സുഖമാണോ, ഓക്കെ ആണോ എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കാഷ്വലി നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ ഈ കുട്ടി സ്ട്രക്ചേഴ്സ് പഠിക്കുന്നതിന് വേറൊരു ഉപകാരമുള്ളതെന്ന് വെച്ചാൽ, ഒരു വാച്ച് എൻ ഇംഗ്ലീഷ് വീഡിയോ. നിങ്ങളൊരു ഇംഗ്ലീഷിലൊരു സിനിമയാവാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ആവാം. കാഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ, സോഷ്യൽ സിറ്റുവേഷനിൽ, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആംഗിളിൽ, അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ ഉപയോഗിക്കുന്ന ചില സ്ട്രക്ചേഴ്സാണ് നമുക്ക് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ റൂൾസ് ഒന്നും ചിലപ്പോൾ ഫോളോ ചെയ്യില്ല, പക്ഷേ കൃത്യമായിട്ടുള്ളൊരു ആശയം ഇതുവഴി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കേട്ട സെൻറ്റൻസ് തന്നെ, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഇനി ഒരു പുതിയൊരു കൂട്ടുകാരനെ കണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കാം, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, എങ്ങനെയുണ്ട്? ഓക്കെ, മുന്നോട്ട് പോയിക്കോളൂ, മുന്നോട്ട് പോയിക്കോളൂ എന്ന് വെച്ചാൽ ഫിസിക്കലി മുന്നോട്ട് നടന്നു പോവുക എന്ന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതൊരു മെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോജക്റ്റ് പ്രപ്പോസലുമായിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതെങ്ങനെയുണ്ട്? വെരി ഗുഡ്, മൂവ് അഹെഡ് എന്ന് വെച്ചാൽ മുന്നോട്ട് പോകൂ. അല്ലെ കുറച്ച് പേര് ക്യൂ ആയിട്ട് നിൽക്കുന്നു, മൂവ് അഹെഡ്, മുന്നോട്ട് നടക്കൂ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ള എലമെൻസിൽ മുന്നോട്ട് പോകാൻ, അതായത് ശാരീരികമായിട്ട് നടന്ന് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇതേ സ്ട്രക്ചർ ഉപയോഗിക്കാം. മൂവ് അഹെഡ് ഒന്ന് പറഞ്ഞേ, മൂവ് അഹെഡ്, മൂവ് അഹെഡ്, മുന്നോട്ട് പോകൂ. ഇനി നമ്മൾ അടുത്ത കൂടി സെൻറ്റൻസിലേക്ക് പോവാണ്. അത് വിട്ടുകളാ, അത് വിട്ടുകളാ. എങ്ങനെ പറയുക? ലീവ് ഇറ്റ്, ലീവ് ഇറ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ഒരു കൂട്ടുകാരൻ്റെ കാര്യം, എന്തിനും ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡോണ്ട് ബി സിലി, അല്ലേ? എന്നിട്ട് നമ്മൾ പിന്നെ പറയുവാണ് ലീവ് ഇറ്റ്, അത് വിട്ടുകളാ, അവൻ അങ്ങനെയാണ്, അവൻ പ്രശ്നക്കാരനാണ്, അതങ്ങ് വിട്ട് കളഞ്ഞേക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരേ കാര്യത്തിൽ ഒരാൾ വീണ്ടും വീണ്ടും തൂങ്ങി പിടിച്ച് കിടക്കുമ്പോൾ ഒക്കെ നമുക്ക് പറയാവുന്ന ഒരു സെൻറ്റൻസ് ആണ് ലീവ് ഇറ്റ്, അത് വിട്ടുകള, ലീവ് ഇറ്റ്. ഇനി അൾട്ടിമേറ്റ്ലി നമുക്ക് ഉപയോഗിക്കാവുന്ന, അതായത് ഏറ്റവും മോശപ്പെട്ട കാര്യം ഒരാൾ ചെയ്തു, അത് വളരെ നാണക്കേടുണ്ടാക്കിയൊരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു എനിക്ക് പുച്ഛം തോന്നുന്നു, അല്ലേ? എനിക്ക് പുച്ഛം തോന്നുന്നു എന്നെ ഓർത്ത്. വളരെ മോശമായ സാഹചര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ ഒരു സിനിമയിൽ ഞാൻ ഈ ഡയലോഗ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഷെയ്ം ഓൺ യു. എനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ ഒരു ഓപ്പണൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു പട്ടാളക്കാരനോട് വരുന്ന സിനിമയിലാണ്. ഷെയ്ം ഓൺ യു ജനറൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ സംസാരിക്കുന്ന ഒരു സീൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഷെയ്ം ഓൺ യു, അതായത് അയാൾ ചെയ്ത പ്രവൃത്തി അത്രയും നീചമാണ്, അത്രയും മോശമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഷെയ്ം ഓൺ യു, ഞാൻ താങ്കളെക്കുറിച്ച് ഓർത്ത് എനിക്ക് അപമാനം തോന്നുന്നു, അല്ലേ, നാണക്കേടായിപ്പോയി എന്നൊക്കെ വളരെ ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് ഷെയ്ം ഓൺ യു. ഷെയ്ം ഓൺ യു, വളരെ മോശമായിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഷെയ്ം ഓൺ യു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല,
എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലെങ്കിൽ ടെൻഷൻസ് ഉണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഐ ക്യാൻറ്റ് സ്ലീപ്പ്. ഐ കെൻ നോട്ട് സ്ലീപ്പ് എന്നാണ്. സോ ഐ ക്യാൻറ്റ് സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഐ ക്യാൻറ്റ് സ്ലീപ്പ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ ക്യാൻ എന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റും, ഐ ക്യാൻറ്റ് എന്ന് വെച്ചാൽ പറ്റില്ല. ഐ കെൻ നോട്ട് സ്ലീപ്പ്, ഐ ക്യാൻറ്റ് സ്ലീപ്പ്. നമ്മൾ ലാസ്റ്റ് കുട്ടി സെൻറ്റൻസിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ഒരു കൂട്ടുകാരൻ വളരെ ഗ്ലൂമി ആയിരിക്കുന്നു, ചുമയ്ക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുവാണ്, നിനക്കെന്താ സുഖമില്ലേ? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? നിനക്കെന്താ സുഖമില്ലേ? എങ്ങനെ ചോദിക്കുക? ആർ യു സിക്ക്? ആർ യു സിക്ക് എന്ന് പറഞ്ഞു നോക്കിയേ. നിനക്ക് സുഖമില്ലേ? ആർ യു സിക്ക്? ആർ യു സിക്ക്? അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് 15ഓളം കുട്ടി ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഇന്ന് മുതലുള്ള നിങ്ങളുടെ കോൺവെർസേഷൻസിൽ നിങ്ങൾക്കിത് ഡെഫിനറ്റായിട്ട് ഉപയോഗിക്കാം. കാരണം നമ്മൾ എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത ഒരു സെൻറ്റൻസും പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് എന്നും ഉപയോഗിക്കാവുന്ന സെൻറ്റൻസസ് ആണ് നമ്മളോട് പഠിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. നിങ്ങൾ കൂട്ടുകാരും വീട്ടുകാരൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം ഇഫ് യു വിഷ് ടു ഗെറ്റ് ദ സപ്പോർട്ട് ഓഫ് എ പേഴ്സണൽ ട്രെയിനർ, ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനും നിങ്ങളെ സംസാരിച്ച് മോട്ടിവേറ്റ് ചെയ്യാനും എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് us in the number given below. നമ്മുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഇവിടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. രാവിലെ 9 തൊട്ട് രാത്രി 11 മണി വരെ അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് മെച്ചപ്പെടുത്താം. സോ I'll be back with another video very soon. Until then, keep learning. Stay tuned. Thank you very much.